സുഹൃത്തുക്കളായ എല്ലാവർക്കും വിനീതമായ നമസ്കാരം. കഴിഞ്ഞ ദിവസം 41ാമത്തെ ശ്ലോകം വരെ പഠിച്ചു അർജുന വിഷാദ യോഗത്തിനകത്ത്. ഇന്ന് നമ്മൾ 42ഉം 43ഉം ശ്ലോകങ്ങൾ പഠിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭഗവത്ഗീത പ്രഥമാധ്യായ അർജുന വിഷാദയോഗം ശ്ലോകം 43-42. ശ്ലോകം 42 വായിക്കേണ്ട രീതിയിൽ ഞാനൊന്ന് പിരിച്ചു പറയാം. സങ്കരോ നരകായൈവ കുലഘ്നാനാം കുലസ്യ ച പതന്തി പിതരോ ഹ്യേഷാം ലുപ്തപിണ്ഡോദകക്രിയ. ശ്ലോകം ഞാനൊന്ന് ചൊല്ലാം. ഓം സങ്കരോ നരകായൈവ കുലഘ്നാനാം കുലസ്യ ച പതന്തി പിതരോ ഹ്യേഷാം ലുപ്തപിണ്ഡോദകക്രിയ. അന്വയം ചെയ്ത അർത്ഥം പറയാം. സങ്കര വർണ്ണമിശ്രം, കുലഘ്നാനാം കുലത്തെ നശിപ്പിക്കുന്നവർക്കും, കുലസ്യ ച കുലത്തിലെ ഭാവി സന്താനങ്ങൾക്കും, നരകായ ഏവ നരകഫലത്തെ ഉളവാക്കുക തന്നെ ചെയ്യും. ഈ എന്തെന്നാൽ ഏഷാം കുലനാശം വരുത്തിയവരുടെ പിതൃക്കൾ ലുപ്തപിണ്ഡോദക ക്രിയാ പിതൃപൂജകൾ ഒന്നും ലഭിക്കാതെ പതന്തി പിതൃലോകത്ത് നിന്ന് പതിക്കാനും ഇടവരുന്നു. സങ്കരം കുലത്തെ നശിപ്പിക്കുന്നവർക്കും കുലത്തിലെ ഭാവി സന്താനങ്ങൾക്കും നരകഫലം ഉളവാക്കുക തന്നെ ചെയ്യും. കുലനാശം വരുത്തിയവരുടെ പിതൃക്കൾ പിതൃപൂജകൾ ഒന്നും ലഭിക്കാതെ പിതൃലോകത്ത് നിന്ന് പതിക്കാനും ഇടവരുന്നു. അപ്പൊ യുദ്ധം ചെയ്യുമ്പോ കഴിഞ്ഞ ഇതിനകത്ത് പറഞ്ഞു, പുരുഷന്മാരെല്ലാം അവരുടെ എല്ലാം ജീവൻ പോയാല് പിന്നീട് ആ കുലത്തിലുള്ള സ്ത്രീകളെല്ലാം നശിക്കാനിടവരുന്നു, ദുഷിക്കാനിടവരുന്നു എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അങ്ങനെ വർണ്ണമിശ്രം സംഭവിക്കുമ്പോൾ, ഇവിടെ വർണ്ണമിശ്രം എന്ന് പറയുമ്പോൾ ഒരു ജാതിയല്ല പറയുന്നത്. 4ാമത്തെ അധ്യായത്തിൽ അതിനെ പറ്റി വിശദമായിട്ട് പറയുന്നുണ്ട്. ചാതുർവർണ്ണ്യം മയാ സൃഷ്ട ഗുണകർമ്മ വിഭാഗശ. ഗുണത്തെ ആശ്രയിച്ച് കർമ്മം, അവരുടെ ഓരോ കർമ്മത്തിനനുസരിച്ച് ചാതുർവർണ്ണ്യം 4ആയിട്ട് വിഭജിച്ചിട്ടുണ്ടെന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അത് നമുക്ക് ആ ഭാഗം വരുമ്പോൾ വിശദമായിട്ട് മനസ്സിലാക്കാം. 4ാമത്തെ അധ്യായത്തിൽ അത് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ ആ വർണ്ണസങ്കരം, ആ സ്ത്രീകളെല്ലാം ദുഷിച്ചു പോയി കഴിയുമ്പോൾ ആ കുട്ടികളെല്ലാം പല വർണ്ണത്തിലുള്ളവരെല്ലാം ആയിപ്പോവും. അപ്പൊ ഒരു കുലത്തിന്റെ ആചാരമായിരിക്കത്തില്ല വേറെ കുലത്തിന്റെ ആചാരങ്ങൾ. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ആ എല്ലാ രീതിയിലും നാശം സംഭവിക്കുന്നു. അതുപോലെ തന്നെ ഇവർക്ക് ഇപ്പൊ അർജുനന് മാത്രമല്ല, പിതൃക്കൾക്ക് ചെയ്യേണ്ട പൂജാവിധി കർമ്മങ്ങള്, ബലി ഇടയിൽ കർമ്മങ്ങൾ, അതൊക്കെ എല്ലാം നഷ്ടപ്പെട്ടു പോകുന്നു. അപ്പോൾ പിതൃകോപം, പിതൃദോഷം ഉണ്ടാകുന്നു. ബലി കർമ്മങ്ങളൊന്നും ചെയ്യാതെ വരുമ്പോൾ ആ പിതൃക്കൾ പതിക്കാനിടവരുന്നു. അപ്പൊ അവർക്കും, നമുക്ക് മാത്രമല്ല പിതൃക്കൾക്ക് പോലും നാശം സംഭവിക്കുന്നു. പിതൃക്കൾക്ക് പോലും പിതൃപൂജയൊന്നും കിട്ടാതെ വരുമ്പോൾ അവരും നശിക്കുന്നു, നാശത്തിലേക്ക് പതിക്കുന്നു എന്നാണ് ആ വരികളുടെ അർത്ഥം. ഞാൻ ഒരു പ്രാവശ്യം കൂടെ ശ്ലോകം ഒന്ന് ചൊല്ലാം. സങ്കരോ നരകായൈവ കുലഘ്നാനാം കുലസ്യ ച പതന്തി പിതരോ ഹ്യേഷാം ലുപ്തപിണ്ഡോദക ക്രിയ. അവിടെ ക്രിയ അവസാനം ആ ഒരു ആന്ന് നീട്ടു വരുന്നത് കൊണ്ട് അവിടെ പറയാം, കുഴപ്പമില്ല. ഇതിനകത്ത് പിരിച്ചു പറയാനൊന്നും ഇല്ല. ലുപ്തപിണ്ഡോദക ക്രിയാഹ പതന്തി പിതരോ ഹ്യേഷാം ലുപ്തപിണ്ഡോദക ക്രിയാഹ. ശ്ലോകം 43ാമത്തെ ശ്ലോകം. ദോഷൈരേതൈ കുലഘ്നാനാം, അവിടെ ഖ് എന്നാണ്. അപ്പൊ കുലഘ്നാനാം വർണ്ണസങ്കര കാരകൈ
കഴിയുന്നുണ്ട് അയ്യടറ. ഉത്സാദ്യന്തേ ജാതിധർമ്മ കുലധർമാശ്ച ശാശ്വത. കുലധർമാശ്ച ഉണ്ട്, കുലധർമാശ്ച ശാശ്വതാഃ. ശ്ലോകം ഞാനൊന്ന് ചൊല്ലാം. ദോഷൈരേതൈകുലഘ്നാനാം വർണ്ണസങ്കരകാരകൈ ഉത്സാദ്യന്തേ ജാതിധർമ്മ കുലധർമാശ്ച ശാശ്വതാഃ. ശ്ലോകം ഞാനൊന്ന് അന്വയം ചെയ്ത അർത്ഥം പറയാം. വർണ്ണസങ്കരകാരകൈ, ആ വർണ്ണമിശ്രത്തെ ഉളവാക്കുന്ന, കുലഘ്നാനാം ഏതൈ ദോഷൈ, കുലദ്രോഹികളുടെ ഈ വിധ ദോഷങ്ങൾ നിമിത്തം, ശാശ്വത ചിരകാലമായി നിലനിന്നു പോന്നിരുന്ന, ജാതിധർമ്മ കുലധർമാച ആ ജാതി ആചാരങ്ങളും കുല ആചാരങ്ങളും, ഉത്സാദ്യന്തേ നശിപ്പിക്കപ്പെടുന്നു. വർണ്ണമിശ്രത്തെ ഉളവാക്കുന്ന കുലദ്രോഹികളുടെ ഈ വിധ ദോഷങ്ങൾ നിമിത്തം ചിരകാലമായിട്ട് നിലനിന്നു പോരുന്ന ജാതി ആചാരങ്ങളും കുല ആചാരങ്ങളും നശിക്കാൻ ഇടയാകുന്നു. അപ്പോ അത് തന്നെയാണ് അർജുനന്റെ വിഷമം. ആ കുലം നശിക്കുമ്പോൾ, സ്ത്രീകൾ നശിക്കുമ്പോൾ ആ കുലം തന്നെ നശിച്ചു പോകാൻ ഇടയാകുന്നു. അത് അർജുനന് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാക്കുന്ന ഒന്നാണ്. അത് തന്നെയാണ് വീണ്ടും വീണ്ടും അർജുനൻ അങ്ങനെ പറയുന്നത്. നമുക്കായാലും എന്തെങ്കിലും ഒരു ദോഷം വരുമ്പോഴത്തേക്കും നമ്മളിങ്ങനെയെല്ലാം നമ്മുടെ മനസ്സിലും തോന്നുന്ന ചിന്തകളാണല്ലോ ഇതെല്ലാം. അപ്പൊ നമ്മുടെ മനസ്സിലും തോന്നാണ്. അർജുനൻ എന്ന് പറയുന്നത് നാം ഓരോരുത്തരുമാണ്. നമ്മുടെ മനസ്സിലും ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ദുഷ്ട കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ, എന്തെങ്കിലും ദോഷമായിട്ടുള്ള എന്തെങ്കിലും ഭവിക്കുമ്പോ ഇങ്ങനെയൊക്കെയെല്ലാം ഇന്ന കാര്യങ്ങളെല്ലാം സംഭവിക്കത്തില്ലേ എന്നൊക്കെ നമ്മൾ അങ്ങനെ ചിന്തിക്കാറുണ്ടല്ലോ. അതുപോലെ അർജുനനും ഈ യുദ്ധത്തിൽ വന്നു നിൽക്കുമ്പോൾ ഈ പുരുഷന്മാരെല്ലാം നശിച്ചു പോയാൽ, നഷ്ടപ്പെട്ടു പോയാൽ, അവരുടെ എല്ലാം ജീവന് ഹാനി സംഭവിച്ചാൽ ആ കുലത്തിലുള്ള സ്ത്രീകളെല്ലാം ദുഷിച്ചു പോകാനിട വരുന്നു. അപ്പൊ അർജുനൻ ഈ യുദ്ധത്തിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു അവസ്ഥയിലാണ് കൃഷ്ണനോട് ഇതെല്ലാം പറയുന്നത്, ഈ ദുഃഖങ്ങളെല്ലാം പറയുന്നത്. പറഞ്ഞല്ലോ, കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞല്ലോ, മൂന്ന് ലോകത്തിന്റെയും ആധിപത്യം കിട്ടിയാൽ പോലും ഞാൻ ഈ ഒരു രാജ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ഈ യുദ്ധത്തിന് നിൽക്കുന്നില്ല എന്നൊക്കെ അർജുനൻ പറഞ്ഞല്ലോ. അപ്പൊ അതിന്റെ ബാക്കിയായിട്ടാണ് ഈ വിഷാദങ്ങളും എല്ലാം അർജുനൻ അങ്ങനെ പറഞ്ഞു വരുന്നത്. കൃഷ്ണൻ അപ്പോഴും മിണ്ടാതെ നിൽക്കുന്നേ ഉള്ളൂ. അർജുനൻ പറയട്ടെ, വിഷമങ്ങളെല്ലാം പറയട്ടെ, പറഞ്ഞു തീരട്ടെ, പറഞ്ഞു കഴിഞ്ഞിട്ട് അതിനെന്താണ് വേണ്ടിയെന്ന് വെച്ചാൽ അത് പറയാം എന്നുള്ള രീതിയിൽ കൃഷ്ണൻ അങ്ങനെ മിണ്ടാതെ നിൽക്കുന്നേ ഉള്ളൂ. എല്ലാം കേട്ട് അങ്ങനെ നിൽക്കുവാണ്. ഇന്ന് പഠിച്ച 2 ശ്ലോകങ്ങൾ ഞാൻ ഒന്നുകൂടെ ചൊല്ലാം. സങ്കരോ നരകായൈവ കുലഘ്നാനാം കുലസ്യ ച പതന്തി പിതരോ ഹ്യേഷാം ലുപ്തപിണ്ഡോദകക്രിയാ ദോഷൈരേതൈ കുലഘ്നാനാം വർണ്ണസങ്കരകാരകൈ ഉത്സാദ്യന്തേ ജാതിധർമ്മ കുലധർമാശ്ച ശാശ്വത. ഈ 2 ശ്ലോകങ്ങളും നന്നായി പഠിക്കുക. 43 ശ്ലോകം വരെയായ പ്രഥമ അധ്യായത്തിനകത്ത് 43 ശ്ലോകം വരെയായി അർജുന വിഷാദ യോഗം. അതിനകത്ത് ആ പേര് പോലെ തന്നെ അർജുനന്റെ വിഷാദത്തെ കുറിച്ച് തന്നെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു, ശാന്തി മന്ത്രം ചൊല്ലുമ്പോ ആ 3 ശാന്തി, നമ്മൾ ഒരു ശാന്തിയല്ല പറയുന്നത്, 3 പ്രാവശ്യം ശാന്തി 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 എന്ന് പറയാറുണ്ട്. അപ്പൊ അതെന്തിനായിരുന്നു എന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയാമെന്ന് പറഞ്ഞിരുന്നു. അത് ആദി ഭൗതിക ദുഃഖം, ആധ്യാത്മിക ദുഃഖം, ആദി ദൈവിക ദുഃഖം, അങ്ങനെ 3 തരത്തിലുള്ള ദുഃഖം. താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമ എന്ന് നമ്മൾ പറയുന്ന പോലെ ആ 3 തരം ദുഃഖമാണ് എല്ലാ മനുഷ്യർക്കും ദുഃഖം ഉണ്ടാക്കുന്നത്. അപ്പൊ ആ ദുഃഖം ഏതൊക്കെയാണ്? ആദി ഭൗതികം, ആധ്യാത്മികം, ആദി ദൈവികം. ഇത് 3മാണ്. അപ്പൊ ആ 3 ദുഃഖങ്ങളിൽ നിന്നും, താപത്രയം, ആ 3 ദുഃഖങ്ങളിൽ നിന്നും നമുക്ക് ശാന്തി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ 3 പ്രാവശ്യം ശാന്തി 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 എന്ന് പറയുന്നത്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേത് ആധ്യാത്മിക ദുഃഖമാണ്. അത് നമ്മുടെ
ശരീരത്തിനുണ്ടാകുന്ന ദുഃഖം, ശരീരത്തിനുണ്ടാകുന്ന രോഗം, പീഡ, ഇതൊക്കെ ആ ശരീരത്തിനുണ്ടാകുന്ന ദുഃഖങ്ങളാണല്ലോ. അത് നമുക്ക് ആധ്യാത്മിക ദുഃഖമാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത് ആദി ഭൗതിക ദുഃഖം. അത് കള്ളന്മാരെ, പിടിച്ചുപറിക്കാരെ, അവരിൽ നിന്നെല്ലാം നമുക്കുണ്ടാകുന്ന ദുഃഖമാണ് ആദി ഭൗതിക ദുഃഖം. രണ്ടാമത്തേത്. അടുത്തത് ആധ്യാത്മിക ദുഃഖം. ആധ്യാത്മിക ദുഃഖം എന്ന് പറയുന്നത് നമുക്ക് പ്രകൃതിയാൽ ഉണ്ടാകുന്ന ദുഃഖം. ഇപ്പോ വെള്ളപ്പൊക്കം, ഭൂകമ്പം അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന, അത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നതല്ല. അതെല്ലാം ആധ്യാത്മിക ദുഃഖമാണ്. അപ്പൊ ആദി ദൈവിക ദുഃഖം, ആദി ഭൗതിക ദുഃഖം, ആധ്യാത്മിക ദുഃഖം, അങ്ങനെ ഈ 3 തരം ദുഃഖങ്ങളാണ് എല്ലാ മനുഷ്യനും ഉള്ളത്. അപ്പൊ ആ 3 തരം ദുഃഖങ്ങളിൽ നിന്നും നമുക്ക് ശാന്തി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മള് ശാന്തി മന്ത്രം ചൊല്ലി കഴിയുമ്പോൾ 3 പ്രാവശ്യം നമ്മൾ ശാന്തി ചൊല്ലുന്നത്. ശാന്തി മന്ത്രം നമുക്ക് ചൊല്ലാം. ഓം അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും നമസ്തേ. അപ്പൊ ഇന്ന് ഈ 2 ശ്ലോകങ്ങളും എല്ലാവരും നന്നായി പഠിക്കുക. കുട്ടികളെ കൂടി ഇരുത്തണം, കുട്ടികൾക്കും പറഞ്ഞു കൊടുക്കണം. അതുപോലെ തന്നെ എല്ലാവരും പഠിക്കുക. അടുത്ത വീഡിയോയിൽ അടുത്ത ശ്ലോകവുമായി കാണാം.